വല്ലാത്തൊരു സ്നേഹമാണല്ലോ. വണ്ടി ഇടിച്ച് കൊലപ്പെടാൻ പാടില്ല, മറിച്ച് ചെടിച്ചട്ടി വെച്ച് തലക്കടിച്ച് ഞങ്ങൾ തന്നെ കൊല്ലും. വല്ലാത്ത സ്നേഹമാണ്, അത് കയ്യിൽ വെച്ചിരുന്നാൽ മതി. സർക്കാരിന്റെ മാർഗരേഖ അനുസരിച്ച് സമരം ചെയ്യാൻ സൗകര്യമില്ല. നാണമില്ല ഇങ്ങനെയൊക്കെ പറയാൻ. എന്താ രാമേന്ദ്ര പ്രശ്നം? 10-21 വാഴ വെച്ചിട്ട് ആ വാഴയിലെല്ലാം കേരളത്തിലെ മന്ത്രിമാരുടെ പടം വെച്ചിട്ട് കേരളത്തിലെ മന്ത്രിസഭ ഒരു വാഴ അല്ലെ മരവാഴകളുടെ മന്ത്രിസഭയാണ് എന്നാരെങ്കിലും എഴുതി വെച്ചാൽ അത് ഏഷ്യാനെറ്റിന്റെ പ്രഭാത വാർത്തയിൽ നിങ്ങൾ കാണിക്കുന്നുണ്ടല്ലോ. ആയതിനാൽ ഇവിടെ ജനാധിപത്യം ഇല്ലേ? ആ ജനാധിപത്യം ഉള്ളത് കൊണ്ടാണല്ലോ നിങ്ങൾ കാണിക്കുന്നത്. റോഡരികിൽ നിന്ന് മുഖ്യമന്ത്രിക്കെതിരെ മുദ്രാവാക്യം വിളിച്ചാൽ ചവിട്ടി കൂട്ടുന്നതാണോ നിങ്ങളുടെ ജനാധിപത്യം? വെളിവുണ്ടേ ഞങ്ങൾ അങ്ങനെ ചെയ്യൂ. മുഖ്യമന്ത്രിയുടെ കോൺവേ പോകുമ്പോൾ ആ കോൺവേയിൽ മുഖ്യമന്ത്രി സഞ്ചരിക്കുന്ന മന്ത്രിമാർ സഞ്ചരിക്കുന്ന ബസിന്റെ പിന്നാലെ പോകുന്ന വണ്ടിക്ക് നിർത്തേണ്ടി വരുന്നു. നിർത്തേണ്ടി വന്നത് എന്തുകൊണ്ട്? അതിന്റെ മുന്നിലേക്കാണ് അവർ ചാടിയത്. ഇവനെ പിടിച്ചകത്തിടാൻ പറ്റുമോ സക്കീർ ബാക്കി? അതെ, പോലീസുകാർ പിടിച്ചു മാറ്റി പോലീസുകാരുടെ കൈകളിൽ പോലീസുകാരുടെ നിയന്ത്രണത്തിലുള്ള പ്രതിഷേധിച്ച 2 യൂത്ത് കോൺഗ്രസുകാരെ മുഖ്യമന്ത്രിയുടെ ഗൺമാന്മാരെന്ന് അവകാശപ്പെടുന്ന ഗൺമാന്മാരായ 2 ആളുകൾ പുറത്തിറങ്ങി വടികൊണ്ട് തലയടിച്ച് പൊട്ടിക്കുന്നത് പോലീസുകാർ പിടിച്ചു മാറ്റിയതിനു ശേഷം അവർ പോലീസുകാരുടെ നിയന്ത്രണത്തിലാണ്. എന്തിനാണ് അനിൽകുമാർ ഇങ്ങനെ കളവ് പറയുന്നത്? അയാൾ വെറും വെകിളിവാസു. നിങ്ങളാണ് കളവ് പറയുന്നത്. അത് നിങ്ങൾ പറഞ്ഞ കളവ് ഞാൻ പറയാം. ഈ ദൃശ്യങ്ങൾ ആളുകൾ കാണുന്നുണ്ട്. അനിൽകുമാർ ആളുകൾ കാണുന്നുണ്ട്. പോലീസുകാരുടെ നിയന്ത്രണത്തിലുള്ള ആളുകളെ ഓടിക്കൊണ്ടിരിക്കുന്ന വാഹനം നിർത്തി ചാടി ഇറങ്ങി അവരുടെ തലക്കടിക്കുന്നത് ആളുകൾ കാണുന്നുണ്ട്. അനിൽകുമാർ, നിങ്ങൾ കേൾക്കൂ സാർ. ആ ബസിന്റെ പിന്നാലെ വന്ന എസ്കോർട്ടായിട്ട് വന്ന വാഹനത്തിലുള്ളവരാണ്, അതിലെ ഗൺമാനാണ് ഇറങ്ങി ആക്രമിച്ചതായിട്ട് നിങ്ങൾ പറയുന്നത്. ഞങ്ങൾ പറയുന്നതല്ല. തിരുവനന്തപുരം സിറ്റി പോലീസ് കമ്മീഷണർ ഉത്തരവുണ്ട്. പ്രതിഷേധക്കാരെ മർദ്ദിച്ച ഗൺമാന്മാർ എന്ന് പോലീസ് തന്നെ ബോധ്യപ്പെട്ടു മർദ്ദിച്ചെന്ന്. ഞങ്ങൾ പറയുന്നതല്ല. തിരിയാത്ത പേരടിക്ക് നോക്കി ഒരു ഒറ്റ അടി കോയക്കാം. എന്റെ ചോദ്യം, ആ കാർ അവിടെ നിർത്തി? എന്തിനു നിർത്തി? നിങ്ങളുടെ ചോദ്യം പോലീസുകാരുടെ നിയന്ത്രണത്തിൽ ആയിരിക്കുന്ന 2 പ്രതിഷേധക്കാരെ എന്തിനു നിർത്തി? മുഖ്യമന്ത്രിയുടെ ഗവൺമെന്റിന് നിർത്തി അവിടെ കാറ്. എന്തിനു പുറത്തിറങ്ങി? അവരുടെ വാഹനം അവരുടെ വാഹനത്തിന് മുമ്പിലേക്ക് ആരും ചാടി വീണിട്ടില്ല. എന്തിനു നിർത്തി? ഗുണ്ടകളുടെ പണിയാണോ ഇവരെടുക്കുന്നത്? ഇതിനാണ് അവനവൻ പാരാന്ന് പറയുന്നത്. ദയവായി കേൾക്കൂ. നിങ്ങൾ ഗുണ്ടയുടെ പണി എടുക്കരുത് കേട്ടോ. നിങ്ങൾ അനിൽകുമാർ പറയും. ഞാൻ ഉത്തരം പറയാൻ നിങ്ങൾ സമ്മതിക്കില്ലല്ലോ. നവകേരള ബസ് സഞ്ചരിക്കുമ്പോൾ അതിന് മുന്നിലേക്ക് ചാടുന്നു. എത്ര പേര് ചാടി? ആരൊക്കെ അവിടെ ഉണ്ട്? അവരുടെ കയ്യിൽ ഷൂ ആണോ ബോംബാണോ ആർക്കറിയാം? എന്ത് വിശാലമായ ചിന്താഗതി. ശ്രീ അബ്ജോദെ, ഇന്നത്തെ ചർച്ചയിൽ സത്യത്തിൽ എന്റെ ആവശ്യമില്ലായിരുന്നു. ഈ CPM-ന് വേണ്ടിയിട്ട് വക്കാലത്ത് പറയാൻ വന്നിരിക്കുന്ന അഭിഭാഷകൻ കൂടിയായ ശ്രീ അനിൽകുമാറിന്റെ വാദവും ആ വിഷ്വലും മാത്രം കാണുമ്പോൾ കേരളത്തിന്റെ പൊതുസമൂഹത്തിനെല്ലാം നന്നായി ബോധ്യപ്പെടും. ഇവർ പറയുന്ന കള്ളങ്ങൾ, ഇവരൊരു വിഷയത്തെ ന്യായീകരിക്കുവാൻ വേണ്ടിയിട്ട് എടുക്കുന്ന സമീപനങ്ങൾ, ഇവർ നടത്തിക്കൊണ്ടിരിക്കുന്ന പച്ചയായിട്ടുള്ള നിയമവിരുദ്ധതയൊക്കെ ഈ വിഷ്വലും അദ്ദേഹത്തിന്റെ വാചകങ്ങളും കൂടെ കേൾക്കുമ്പോൾ മനസ്സിലാകും. പക്ഷെ പറഞ്ഞു പറ്റിച്ച് തിന്നാലേ വായിന്നിറങ്ങുള്ളൂ. പേഴ്സണൽ സെക്യൂരിറ്റി ഓഫീസർ, പ്രത്യേകിച്ച് എസ്കോർട്ട് വാഹനത്തിൽ യാത്ര ചെയ്യുന്നവരുടെ മാനുവൽ എടുത്ത് വെച്ചിട്ട് താങ്കൾ അഭിഭാഷകൻ കൂടിയാണെന്ന് വായിച്ചു നോക്കണം. അവർക്ക് റോഡിലെ വാഹന ക്ലിയറൻസ് മാത്രമാണ് ജോലി. ഇനി മുഖ്യമന്ത്രിയുടെ ഗൺമാനാണോ? ആ ഗൺമാൻ മുഖ്യമന്ത്രിക്കൊപ്പം അതേ വാഹനത്തിലാണ് യാത്ര ചെയ്യേണ്ടത്. അയാൾക്കും ലോ ആൻഡ് ഓർഡർ മെയിൻ്റനൻസ് ഇല്ല. അയാളുടെ VIP-ക്ക് എതിരെ ഏതെങ്കിലും തരത്തിലുള്ള അസോൾട്ട് വന്നാൽ ആ ആൾക്ക് കൈകാര്യം ചെയ്യാം. ഏത് തരത്തിലാണ് എസ്കോർട്ട് പോകുന്ന പേഴ്സണൽ സെക്യൂരിറ്റി ഓഫീസർക്ക് ലോ ആൻഡ് ഓർഡർ മെയിൻറ്റെയിൻ ചെയ്യാനായിട്ടുള്ള അവകാശം? ഇതിനകത്ത് നിയമവിരുദ്ധത ഒന്നൊന്നായിട്ട് ഞാൻ പറയാം. അവനൊന്നും അറിയില്ല, അവൻ പഠിച്ച എഞ്ചിനീയറിംഗ്. ഈ പേഴ്സണൽ സെക്യൂരിറ്റി ഓഫീസർക്ക് ലാത്തി ഉപയോഗിക്കുവാൻ പാടുണ്ടോ? പാടില്ല. സംഘപരിവാറുകാർ ഉപയോഗിക്കുന്ന ദണ്ഡാണ് ഈ പറയുന്ന പേഴ്സണൽ സെക്യൂരിറ്റി ഓഫീസർമാർ ഉപയോഗിച്ചിരിക്കുന്നത്. സംഘപരിവാർ ആഭിമുഖ്യമുള്ള മുഖ്യമന്ത്രിക്ക് എസ്കോർട്ട് പോകുന്നതുകൊണ്ടാണോ സംഘപരിവാറുകാരുടെ ദണ്ഡ് ഉപയോഗിക്കുന്നത്? ഈ ദണ്ഡ് പോലെയുള്ള ആയുധം ഒരു വാഹനത്തിൽ കൊണ്ടുപോകുന്നത് പോലും നിയമവിരുദ്ധമാണ്. അപ്പോഴാണ് ലാത്തി പോലും ഉപയോഗിക്കാൻ പോലീസ് മാനുവൽ പ്രകാരം അവകാശമില്ലാത്ത ഈ ഉദ്യോഗസ്ഥന്മാർ ഈ ദണ്ഡെടുത്ത് ഉപയോഗിക്കുന്നത്. കസ്റ്റഡിയിലുള്ള ആളുകളെ ലാത്തി ചാർജ് നടത്താനായിട്ട് ഏത് നിയമത്തിന്റെ അടിസ്ഥാനത്തിലാണ് കഴിയുന്നത്? ലാത്തി ഉപയോഗിക്കണമെങ്കിൽ യൂണിഫോമിലുള്ള പോലീസ് ഉദ്യോഗസ്ഥനെ കഴിയുകയുള്ളൂ. മഫ്തിയിൽ വന്നിരിക്കുന്ന ഈ ക്രിമിനലുകൾക്ക്, അനിൽകുമാറിനെ പോലെയുള്ള, സന്ദീപിനെ പോലെയുള്ള, ഗോപികൃഷ്ണനെ പോലെയുള്ള കൊടും ക്രിമിനലുകൾക്ക് എങ്ങനെയാണ് ഇത് ഉപയോഗിക്കാനായിട്ട് കഴിയുക? ലാത്തി ഒരു കൈവതം നാറ്റുകരുത്. ഇനി ഇവിടെ ശ്രീ അനിൽകുമാർ പറയുന്നു, ഞങ്ങളുടെ യൂത്ത് കോൺഗ്രസ്സുകാരുടെ ജീവൻ രക്ഷിക്കാൻ വേണ്ടിയിട്ട് അദ്ദേഹം അങ്ങ് വെമ്പൽ കൊണ്ടിരിക്കുകയാണ്. ഞങ്ങളുടെയൊക്കെ വീട്ടിലുള്ള മാതാപിതാക്കന്മാരെ പറ്റി വല്ലാതെ കൺസേൺ ആണ് ശ്രീ അനിൽകുമാറിന്. ആ കൺസേൺ ഉള്ളത് കൊണ്ടാണോ ഞങ്ങളുടെ സഹപ്രവർത്തകരെ ചെടിച്ചട്ടി കൊണ്ട് തലക്കടിച്ച് കൊലപ്പെടുത്താൻ ശ്രമിച്ചത്? കണ്ണൂരിൽ ഹെൽമറ്റ് വെച്ച് കുന്നമംഗലത്ത് അസീസ് എന്ന് പറയുന്ന യൂത്ത് കോൺഗ്രസിന്റെ അസംബ്ലി പ്രസിഡന്റ് ഹെൽമറ്റ് വെച്ച് തലക്കടിച്ച് കൊലപ്പെടുത്താൻ ശ്രമിച്ചത് രക്ഷാപ്രവർത്തനം എന്ന് പറഞ്ഞത്. ആ ചെടിച്ചട്ടിക്കും ഹെൽമെറ്റിനും തലക്കടിച്ച ആളുകളെ പിന്നീട് സാഹചര്യത്തിന്റെ വന്നു, ജയിലിലാകേണ്ടി വന്നു. അവരെ ജയിലിൽ നിന്ന് പുറത്തിറങ്ങുമ്പോൾ അവർക്ക് സ്വീകരണം കൊടുത്ത് മാലയിട്ടാണ് ഇവർ സ്വീകരിച്ചത്. അപ്പൊ ഇത് ജീവൻ രക്ഷിക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമമല്ല എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. മാലയിട്ട് കൊണ്ടുപോയത്, ഈ ചെടിച്ചട്ടി വെച്ച് തലക്കടിച്ച് കൊലപ്പെടുത്താൻ ശ്രമിച്ച കൊടും കുറ്റവാളിയെ മാലയിട്ട് കൊണ്ടുപോയത് കല്യാശ്ശേരി MLA ബിജിനാണ്. ഒരു MLA ആണ് സ്വീകരിക്കുന്നത്. നീയാണോ? അതെ, ഞാനാണ്.
ഇനി ഞങ്ങൾ ഇവിടെ ശ്രീ അനിൽകുമാർ പറഞ്ഞു ഞങ്ങൾ പ്രഖ്യാപിക്കാത്ത സമരമാണ്. ആരാണ് സാർ തങ്ങളോട് പറഞ്ഞത് പ്രഖ്യാപിക്കാത്ത സമരമാണെന്ന്? ഞാൻ സംസ്ഥാന യൂത്ത് കോൺഗ്രസ് കമ്മിറ്റിയുടെ അധ്യക്ഷ നിലയിൽ ഞാൻ പ്രഖ്യാപിച്ചതാണ്. ഇനിയും പ്രഖ്യാപിക്കുന്നു. ഇപ്പൊ ഇരുന്നോട് കേട്ടോ ശ്രീ അനിൽകുമാറെ, മുഖ്യമന്ത്രിയുടെ നരാധമ സദസ് എത്തുന്ന ദിവസം വരെ കരിങ്കോടി പ്രതിഷേധങ്ങൾ ഉണ്ടാവുക തന്നെ ചെയ്യും. അപ്പൊ അതിനൊരു തീരുമാനമായി. SFI-കാരന് കിട്ടുന്ന ട്രീറ്റ്മെന്റ് അല്ല ഞങ്ങൾക്ക് കിട്ടുന്ന ട്രീറ്റ്മെന്റ്. SFI-കാരനോട് കേരള പോലീസിന്റെ നയം എന്താണ്? കുണുവാവേ കൂടവാ ഞാനല്ലേ വിളിക്കുന്നേ എന്ന് പറഞ്ഞ് ഉത്സവപ്പറമ്പിൽ പമ്പരത്തിന് വേണ്ടി വാശി പിടിക്കുന്ന കുട്ടിയെ അച്ഛൻ വിളിച്ചുകൊണ്ട് പോകുന്ന പോലെ കുണുവാവകളെ വിളിച്ചുകൊണ്ട് പോകുന്ന SFI-യുടെ സമരമല്ല ഞങ്ങൾ കാണുന്നത്. ഇതെന്നെ ഉദ്ദേശിച്ചാണ്, എന്നെ തന്നെ ഉദ്ദേശിച്ചാണ്, എന്നെ മാത്രം ഉദ്ദേശിച്ചു. ഇന്നലെ നമ്മൾ കണ്ടു ഒരു വനിതാ പോലീസ് SFI-യുടെ ഒരു വനിതാ പ്രവർത്തകയെ മോളെ കരയല്ലേ കരയല്ലേ എന്ന് പറഞ്ഞിട്ട് ഇഞ്ചുമുട്ടായി വാങ്ങിച്ചുകൊണ്ട് തരാമെന്ന് പറഞ്ഞിട്ട് ഒരു വനിതാ കോൺസ്റ്റബിൾ വനിതാ പോലീസ് ഉദ്യോഗസ്ഥ വിളിച്ചുകൊണ്ട് പോവുകയാണ് SFI-കാരെ. ഞങ്ങളുടെ വനിതാ പ്രവർത്തകർക്ക് നേരിടേണ്ടി വരുന്ന അങ്ങനെയല്ല. മഹിത എന്ന് പറയുന്ന കണ്ണൂർ ജില്ലയിലെ യൂത്ത് കോൺഗ്രസിന്റെ ഉപാധ്യക്ഷ, ആ പെൺകുട്ടിയുടെ കൈ പോലീസുകാർ പിടിച്ച് തിരിച്ചു. നീ എന്തിനാടാ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത്? അപ്പോഴും ഞാൻ പറഞ്ഞോട്ടെ, ഇത്രയും ക്രൂരമായ മർദ്ദനങ്ങൾ ഉണ്ടായിട്ട് ഇവിടെ ശ്രീ അനിൽകുമാറിനെ പോലെയുള്ള ആളുകളുടെ വെർബൽ അബ്യൂസ് ഉണ്ടായിട്ട് ഉത്തരവാദിത്തപ്പെട്ട മന്ത്രിമാരുടെ ഷെയ്മിങ്ങുകൾ ഉണ്ടായിട്ട് ഞങ്ങൾ ഈ സമരവുമായിട്ട് മുന്നോട്ട് പോവുകയല്ലേ. ഇവിടെ ജീവൻ രക്ഷയെ പറ്റിയൊക്കെ പറഞ്ഞല്ലോ. ഈ വാഹനങ്ങൾ പല സ്ഥലത്ത് അപകടകരമായി ഞങ്ങളുടെയൊക്കെ ശരീരത്തിലേക്ക് വണ്ടി ഇടിച്ച് കയറ്റുവാൻ പര്യാപ്തമായ രീതിയിൽ വഴിയിലേക്ക് വരെ കയറി വരും, വഴി വിട്ട് കയറി വരുമ്പോ അതിനെ വല്ല നേരിട്ടിട്ടല്ലേ ഞങ്ങൾ സമരവുമായിട്ട് പോകുന്നത്. അടുത്ത തലിനുള്ള ക്ഷണക്കത്തുമായിട്ട് വന്നിരിക്കുക. SFI-യുടെ ഉത്തരവാദിത്തപ്പെട്ട നേതാക്കന്മാർ അനധികൃതമായി കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ ഹോസ്റ്റലിൽ താമസിക്കുന്നുണ്ട്. ഇന്നത്തെ ദിവസം ഗവർണറും അവിടെ തന്നെ ഉണ്ട്. സമരമില്ല, അഡ്ജസ്റ്റ്മെന്റ് ആണ്. ഈ ഞായറാഴ്ച ആയതുകൊണ്ട് അവധിയാണ്. SFI-കാരുടെ സമരം എന്ന് പറയുന്നത് കലണ്ടറിലെ ചുമന്ന മഷി വെച്ചിട്ട് എഴുതിയ ഡേറ്റുകളൊന്നും സമരമില്ല. അതൊരു പ്രത്യേകതര സമരമാണല്ലോ. ജീവിതം തന്നെ ഒരു വേഷം കെട്ടലല്ലേ ചേട്ടാ. അരയ്ക്ക് കീഴെ ശരീരമില്ലാത്തൊരു ചെറുപ്പക്കാരൻ, അരകൊണ്ട് നടക്കുന്ന ഒരു ചെറുപ്പക്കാരൻ, ആ ചെറുപ്പക്കാരൻ കരിങ്കൊടി കാണിക്കുന്നു. അവൻ എന്തെങ്കിലും ചെയ്യാൻ കഴിയുമോ? ഇവിടെ ശ്രീ അനിൽകുമാർ പറഞ്ഞതുപോലെ ബോംബെറിയാൻ കഴിയുമോ? പോലീസുകാർ ലോക്ക് ചെയ്ത് വെച്ച് കൊടുക്കുമ്പോൾ നിന്നിടിക്കുന്ന ഒരു മര്യാദ വേണം. ആ വാക്കെന്ന് പറയുന്നത് മൂന്നാം ലിംഗക്കാരെ ഉപയോഗിക്കുന്ന വാക്കായിട്ട് ഞാൻ കാണുന്നില്ല. ആ പറഞ്ഞ വാക്ക് ഉപയോഗിക്കാൻ പാടില്ല. ചർച്ച അതിൽ കുടുങ്ങി കിടക്കണ്ട. കഥാപാത്രത്തെ മഹാഭാരത അങ്ങനെയൊന്നുമില്ല അനിൽകുമാർ. ഞാൻ പറയുന്നത് അവർക്ക് തിരിച്ചു കൊടുത്തിരിക്കുന്നു. എന്തൊരു വൃത്തിയുടെ ലാംഗ്വേജ് അത് കൺട്രിമേൻ. ഞാൻ പറയുന്നത് നിങ്ങൾ SFI-ക്കെതിരെ ചോദിച്ചപ്പോൾ ഞങ്ങൾക്കല്ല പറ്റുക. നാണമില്ല ഇങ്ങനെയൊക്കെ പറയാൻ. SFI-ക്കെതിരെ അതെ നിങ്ങൾക്ക് നാണമില്ല ഞാൻ പറയുന്നത് കൊണ്ട് കേട്ടോ. അല്ല അനിൽകുമാർ, അത് കഴിഞ്ഞ തലമുറയിൽപ്പെട്ട ആളായതുകൊണ്ടാണ് അടുത്ത തലമുറയിൽപ്പെട്ട ആളുകൾ അത് തിരുത്തും. സർക്കാരിന്റെ മാർഗരേഖ അനുസരിച്ച് സമരം ചെയ്യാൻ സൗകര്യമില്ല. അതിന് ഈ SFI-കാരുടെ കുണുവാവ പരിപാടിയല്ല ഞങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. മുഖ്യമന്ത്രിക്ക് നേരെ കരിങ്കൊടി കാണിക്കുമെന്ന് പറയുമ്പോൾ അയാൾ ആ ചില്ലിലൂടെ പുറത്തേക്ക് നോക്കിയാൽ കരിങ്കൊടി കാണിക്കുവാൻ പര്യാപ്തപരമായ രീതിയിൽ തന്നെ കരിങ്കൊടി കാണിക്കാൻ ഞങ്ങൾക്ക് അറിയാം. ഒന്ന് പോവാടാ പോയി തരത്തി പോയി കളിക്കടാ. ഈ DYFI-കാർ ഒരു വല്ലാത്ത സ്നേഹം തന്നെയാണ് ഞങ്ങളുടെയൊക്കെ ജീവൻ രക്ഷിക്കാൻ വേണ്ടിയിട്ട്. എന്താ ഇവർ പറയുന്നത്? ശ്രീ അനിൽകുമാർ വണ്ടി ഇടിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് പിടിച്ചു മാറ്റിയിട്ട് തലയിൽ ചെടിച്ചട്ടി വെച്ച് അടിച്ചു കൊല്ലാൻ നോക്കുന്നു. വല്ലാത്തൊരു സ്നേഹമാണല്ലോ. വണ്ടി ഇടിച്ച് കൊലപ്പെടാൻ പാടില്ല, മറിച്ച് ചെടിച്ചട്ടി വെച്ച് തലക്കടിച്ച് ഞങ്ങൾ തന്നെ കൊല്ലും. വല്ലാത്ത സ്നേഹമാണ്. അത് കയ്യിൽ വെച്ചിരുന്നാൽ മതി. പിന്നെ ഇവർ മുൻകൂട്ടി പ്രഖ്യാപിച്ചിട്ടാണല്ലോ സമരങ്ങളെല്ലാം നടക്കുന്നത്. മട്ടന്നൂരില് ബസ് കത്തിച്ച് 4 സാധാരണക്കാരായ മനുഷ്യന്മാരെ CITU-കാരന്മാർ ചുട്ടുകൊല്ലുമ്പോ മുൻകൂട്ടി പ്രഖ്യാപിച്ചായിരുന്നു ശ്രീ അനിൽകുമാറെ. അതെ, ആദ്യം നീ നന്നാകാൻ നോക്ക്. ഞങ്ങൾ അങ്ങനെ ചെയ്തില്ലല്ലോ. ഇപ്പൊ നിങ്ങളുടെ കൂട്ടത്തിലുള്ള KV തോമസ് മാഷ്, അദ്ദേഹം സംസ്ഥാന മന്ത്രിയായിരിക്കുന്ന കാലത്ത് അദ്ദേഹത്തെ ട്രെയിനിൽ നിന്ന് കരിയോയിൽ ഒഴിച്ച് സമരം ചെയ്യുമ്പോൾ KV തോമസ് മാഷ്ക്ക് നിങ്ങൾ SFI-കാര് ലെറ്റർ കൊടുത്തായിരുന്നു മുൻകൂട്ടി? TP ശ്രീനിവാസൻ, അന്താരാഷ്ട്ര തലത്തിൽ പ്രവർത്തിക്കുന്ന വിദ്യാഭ്യാസ വിചക്ഷണൻ, അദ്ദേഹത്തെ തിരുവനന്തപുരത്ത് തെരുവിൽ വെച്ച് SFI-കാരൻ കരണത്തടിക്കുമ്പോൾ തലേദിവസം അദ്ദേഹത്തിന് പോസ്റ്റൽ അറിയിപ്പ് കൊടുത്തിട്ടുണ്ടായിരുന്നു. ഏറ്റവും ഒടുവിൽ ശ്രീ ഉമ്മൻചാണ്ടി, കേരളത്തിന്റെ ജനകീയനായ മുഖ്യമന്ത്രി, അദ്ദേഹത്തിനെ കൊലപ്പെടുത്തുവാൻ വേണ്ടി വണ്ടിയിലേക്ക് കല്ലെടുത്തെറിഞ്ഞ് കൊലപ്പെടുത്തുവാൻ ശ്രമിക്കുമ്പോൾ നിങ്ങൾ ശ്രീ ഉമ്മൻചാണ്ടിയുടെ ഓഫീസിനെ നേരത്തെ അറിയിച്ചിട്ടാണോ ചെയ്തത്? വല്ലാത്ത തലവേദന, ഞാനൊന്ന് കിടക്കട്ടെ. ഞങ്ങൾ അങ്ങനെയൊന്നും ചെയ്തില്ല, അതുകൊണ്ട് പഠിപ്പിക്കാൻ വരരുത്. പിന്നെ ശ്രീ അനിൽകുമാർ കൂത്തുപറമ്പ് എന്നൊക്കെ പറഞ്ഞത് കേട്ടപ്പോൾ ഒരു രോമാഞ്ചം എനിക്കും തോന്നി. അദ്ദേഹത്തിന് ഇപ്പൊ പുഷ്പനെ മാത്രമേ ഓർമ്മയുള്ളൂ. ശ്രീ അബ്ജോദ് പഴയകാല SFI പ്രവർത്തകൻ കൂടിയാണല്ലോ. ഞാൻ അങ്ങനെ അപമാനിക്കാൻ വേണ്ടി പറഞ്ഞതല്ല. എന്താ കാര്യം? കൂത്തുപറമ്പ് രക്തസാക്ഷിത്വത്തിൽ 5 പേർ കൊല്ലപ്പെട്ടു. ഇനി ശ്രീ അനിൽകുമാർ പറ എന്ത് വിഷയത്തിൽ അവിടെ സമരം നടത്തിയത്? സ്വാശ്രയ വിദ്യാഭ്യാസ നയത്തിനെതിരായിട്ടല്ലായിരുന്നു. പിണറായി വിജയൻ എന്താ ചെയ്തത്? സ്വാശ്രയ നയത്തിനെതിരായിട്ട് DYFI-കാരെ കൂടെ പ്രതിഷേധിക്കാൻ പറഞ്ഞു വിട്ടിട്ട് നിങ്ങളുടെ വിജയൻ ചെയ്തത് ഈ തന്റെ മകളായി ഇപ്പോ ഈ എക്സാലോജിക്കിന്റെ MD ആയ വീണയെ അമൃതാനന്ദമയുടെ പേരിലുള്ള സ്വാശ്രയ കോളേജിൽ പറഞ്ഞു വിട്ടു. അത് നല്ലതാ, പരിചയമുള്ളവരെ തന്നെ വഞ്ചിക്കുന്നത് നല്ലതാ. ഷിബുവിന്റെ, റോഷന്റെയും, രാജീവിന്റെ, പുഷ്പന്റെയും വീടിന്റെ മുന്നിലൂടെ. അതല്ലേ നിങ്ങളുടെ നയം? അതല്ലേ നിങ്ങൾ ചെയ്തത്? ഇനി പോട്ടെ, അന്ന് സമരം ചെയ്ത് ഏത് സ്വാശ്രയ സ്ഥാപനത്തിനെതിരായിട്ടാ? പരിയാരം സഹകരണ സ്വാശ്രയ ആശുപത്രി, സഹകരണ മെഡിക്കൽ കോളേജ്. ഇന്ന് ആരാ ശ്രീ അനിൽകുമാറെ ഭരിക്കുന്നത്? ഇന്ന് ഭരിക്കുന്ന പാർട്ടിയുടെ പേര്, ഇലക്ഷൻ നടത്തി ജയിച്ച് ഭരിക്കുന്ന പാർട്ടിയുടെ പേര് CPM അല്ലേ? തർക്കമുണ്ടോ നിങ്ങൾക്ക്? ഇനി സ്വാശ്രയ മുതലാളിമാർക്ക് അനുകൂലമായി നിയമം ഉണ്ടാക്കി കൊടുത്ത മന്ത്രിയുടെ പേരെന്താ?
KK ശൈലജ, ഇതൊക്കെ എന്നെ കൊണ്ട് വെറുതെ പറയിപ്പിക്കാൻ നിൽക്കരുത് ശ്രീ അനിൽകുമാറെ. ചെറിയ വട കൊടുത്ത് വലിയ വട വാങ്ങിച്ചു. അതുകൊണ്ട് അത് വിട്ടേക്കൂ. പിന്നെ നിങ്ങളുടെ SFIയുടെ കുണുവാവുകൾ നടത്തിയ സമരത്തെ പറ്റി താങ്കൾ പറഞ്ഞല്ലോ. എന്ത് സമരം നടത്തിയെന്നാ പറയുന്നത്? ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ, അയാൾ RSSകാരനായ കേരളത്തിന്റെ ഗവർണർ പ്രസംഗിക്കുന്നത് ഞാനും താങ്കളും കേട്ടു. ആ സമയത്ത് സമരം ഉണ്ടായിരുന്നു. ആ സമയത്ത് സമരമില്ലതിന് മുന്നിൽ ഞങ്ങൾ പിണറായി വിജയന്റെ മുന്നിൽ പോയിട്ടാണ് സമരം ചെയ്യുന്നത്. നിങ്ങൾ സമരം ചെയ്യുന്നത് ആരിഫ് മുഹമ്മദ് ഖാൻ മുംബൈയിൽ നിന്ന് വിമാനം കയറാൻ നിൽക്കുമ്പോൾ കോഴിക്കോട്ട് മലപ്പുറത്ത് യൂണിവേഴ്സിറ്റി ക്യാമ്പസിനകത്ത് നിങ്ങൾ സമരം ചെയ്തു. ആരിഫ് മുഹമ്മദ് ഖാൻ ലാൻഡ് ചെയ്തതിനു ശേഷം നിങ്ങൾ സമരം നിർത്തി പോവുകയും ചെയ്തു. പേടിച്ചിട്ടാ, പണ്ട് എനിക്ക് അങ്ങനെയാ. ഇന്ന് നിങ്ങളുടെ SP, പിണറായി വിജയന്റെ SP, ജില്ലാ പോലീസ് മേധാവി, നിങ്ങൾ കെട്ടിയ ബാനർ വലിച്ചഴിച്ചു കൊടുക്കുക. ആരിഫ് മുഹമ്മദ് ഖാൻ താഴെ നിന്ന് ഓർഡർ ചെയ്യുമ്പോൾ ഏതെങ്കിലും സിവിൽ പോലീസ് ഓഫീസർ അല്ല SP-യോട് പറയാ താൻ തന്നെ അഴിക്കണം. പഞ്ചപുച്ഛം അടക്കി അഴിച്ചു കൊടുത്തില്ലേ സാർ? ആരാ നിങ്ങളുടെ ആഭ്യന്തരമന്ത്രി? ഇനി നാട്ടിൽ വാഴ, നിങ്ങളുടെ മന്ത്രിമാരുടെ പേരിലുള്ള വാഴയ്ക്ക് നല്ല വിലയുണ്ട്. സജി ചെറിയാന്റെ പേരിൽ കേരളയിലുകാർ വാഴ ലേലം ചെയ്തപ്പോൾ ആ വാഴക്കൊലയ്ക്ക് കിട്ടിയത് 90,000 രൂപയാ. അത്രയ്ക്കുണ്ട് സാറേ നിങ്ങളോടുള്ള ഈ നാട്ടിലെ സാധാരണ മനുഷ്യന്മാരുടെ പ്രതിഷേധം. ശരി പോട്ടെ, കൂടുതൽ എന്നെ നാറ്റിക്കരുത്. ഒരുത്തനുണ്ടല്ലോ, ഈ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ ഗുണ്ടാ സംഘത്തിലെ സെക്യൂരിറ്റി ഓഫീസർ ഒരു ഗോപികൃഷ്ണൻ, അവൻ ഇന്ന് പറഞ്ഞു കടക്കലിൽ ചടയമംഗലം നിയമസഭയിലേക്ക് വരുമ്പോ കരിങ്കൊടി കാണിക്കാൻ നിന്നാൽ അങ്ങ് ചെത്തിക്കളയുമെന്ന്. ആ ഗോപികൃഷ്ണനെ കൂടെ കേൾക്കാൻ വേണ്ടിയിട്ടാ പറയുന്നത്. ചടയമംഗലം അസംബ്ലി ഉൾപ്പെടെ ഞങ്ങൾ കരിങ്കൊടി കാണിക്കും. നീയും തയ്ച്ചു വെച്ച ഒരു ബ്രേസീർ. കരിങ്കൊടി പ്രതിഷേധം നടത്തുന്നതെല്ലാം തെറ്റാണെങ്കിൽ ഗവർണർക്കെതിരായിട്ട് SFIക്കാരൻ സമരം നടത്തിയില്ലേ ശ്രീ അനിൽകുമാർ 4 ദിവസങ്ങൾക്കപ്പുറം? വാഹനത്തിന് മുന്നിൽ ചാടാം, SFIക്കാർക്ക് വാഹനം തടയാം, SFIക്ക് അതിലിരിക്കുന്ന വിശിഷ്ടാതിഥിയുടെ അതാരായാലും ആ വാഹനത്തിന് കേടുപാട് വരുത്താം. കേടുപാട് സംഭവിച്ചിട്ടുണ്ടെന്ന് പോലീസ് തന്നെ സാക്ഷ്യപ്പെടുത്തുകയും ചെയ്തു. അതൊക്കെ SFIക്കും DYFIക്കും മാത്രമാണ് സമരം ചെയ്യാനുള്ള അവകാശമുള്ളത്. വഴിവിട്ട രീതിയിൽ മുൻകൂട്ടി അറിയിക്കാത്ത സമരം ചെയ്യാനുള്ള അവകാശമുള്ളത്, മിന്നൽ പണിമുടക്ക് നടത്താനുള്ള അവകാശമുള്ളത്, ക്യാമ്പസിലെ അധ്യാപകരുടെ കസേര കത്തിക്കാനുള്ള അവകാശമുള്ളത്, അധ്യാപകർക്ക് റീത്ത് വെക്കാനുള്ള അവകാശമുള്ളത്, വ്യവസ്ഥാപിതമായ അത്തരം സമരങ്ങളൊക്കെ ചെയ്യാനുള്ള അവകാശം SFIക്കും DYFIക്കും മാത്രമായി സംവരണം ചെയ്യപ്പെട്ടിട്ടുണ്ട്. രാഹുൽ, കേരളത്തിൽ തിരിച്ചെത്താം. ഇനി നിന്നെ സഹായിക്കാൻ ഈ ഭൂമിയിൽ ഞാനെന്നല്ല ഒരു മനുഷ്യനും സാധ്യമല്ല.